ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ. ഒരു ദിവസം നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ മാറാൻ പോകുന്നു. പക്ഷേ അത് റെഡ് എൽ പി ജി സിലിണ്ടർ അല്ല, മറിച്ച് ഒരു കംപ്ലീറ്റ്ലി പുതിയൊരു ഗ്യാസ്. അത് കൂടുതൽ ക്ലീനാണ്, കുറച്ച് പൊല്യൂഷൻ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളത് ഉപയോഗിക്കുമോ? ഞാനീ പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചോ ഒരു ഇമാജിനേഷനെ കുറിച്ചല്ല, ഇതിനകം തന്നെ ലോകത്ത് ടെസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുള്ള ഒരു പുതിയൊരു ഫ്യൂവലിനെ കുറിച്ചാണ്. അതിൻ്റെ പേരാണ് DME. എങ്ങനെയാണ് DME കണ്ടെത്തിയത്? എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. DME അഥവാ ഡൈമെഥിൽ ഏതർ. ഇതൊരു കളർലെസ് ഗ്യാസാണ്. LPG പോലെ തന്നെ പ്രഷർ കൊടുത്താൽ ലിക്വിഡായി മാറുന്ന ഒരു തരം ഗ്യാസാണിത്. അതുകൊണ്ട് സിലിണ്ടറിൽ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇത് വളരെ ഈസി ആയിരിക്കും. യൂസേജ് എക്സ്പീരിയൻസും വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ കെമിസ്ട്രി വശത്താണ്. DMEയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂത്ത് വളരെ കുറവായിരിക്കും. സാധാരണ ഫ്യൂവൽ ബേൺ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ DMEയിൽ അത് ഓൾമോസ്റ്റ് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇതിനെ ക്ലീൻ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഇൻഡോർ എയർ പൊല്യൂഷൻ കുറയ്ക്കാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് കുക്കിംഗ് പോലുള്ള ഡെയിലി ആക്ടിവിറ്റീസിന് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ. ഇനി ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഭാഗം എന്താണെന്ന് പറയാം. ഇത് എവിടെ നിന്നാണ് വരുന്നത്? DME ഉണ്ടാക്കാനായിട്ട് 2 സോഴ്സസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നാച്ചുറൽ ഗ്യാസ്, കോള് പോലെയുള്ള സോഴ്സിൽ നിന്നുണ്ടാക്കാം. പിന്നെ ബയോമാസ്, അഗ്രികൾച്ചറൽ വേസ്റ്റ് എന്നിവയിൽ നിന്നും ഇതിൻ്റെ പ്രൊഡക്ഷൻ പോസിബിളാണ്. അതായത് നമ്മൾ സാധാരണ വേസ്റ്റ് ആണെന്ന് കരുതുന്ന പല മെറ്റീരിയൽസിൽ നിന്നും DME ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഫ്യൂച്ചർ റിന്യൂവബിൾ എനർജി സിസ്റ്റത്തിന് ഒരു വലിയ അഡ്വാൻറ്റേജായി മാറും. ഇതിൻ്റെ ഇൻവെൻഷൻ കുറേയധികം വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചതാണ്. 1800കളിൽ തന്നെ സയൻറ്റിസ്റ്റ് ഈ ഗ്യാസ് ഡിസ്കവർ ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്ത് ഇതിന് വലിയ പ്രാക്ടിക്കൽ യൂസ് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇതൊരു ലബോറട്ടറി ലെവൽ ക്യൂരിയോസിറ്റി മാത്രമായി നിലനിന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് വലിയ ശ്രദ്ധയൊന്നും നേടാൻ സാധിച്ചില്ല. പിന്നീട് 20ാം നൂറ്റാണ്ടിൽ എയറോസോൾ ഇൻഡസ്ട്രിയാണ് ഇത് ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. സ്പ്രേ ക്യാൻസിലൊക്കെ പ്രൊപ്പലൻ്റ് ആയിട്ട് ഉപയോഗിക്കാനാണ് ഇത് ആദ്യമേ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇത് ഒരു ഓസോൺ ഫ്രണ്ട്ലി ഗ്യാസ് ആയതുകൊണ്ട് തന്നെ പഴയ ഹാംഫുൾ ഗ്യാസസിനെയൊക്കെ റീപ്ലേസ് ചെയ്ത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അതോടെ ഇൻഡസ്ട്രികളിൽ ചെറിയൊരു സ്ഥാനം DMEക്ക് ലഭിച്ചു. പക്ഷേ DMEയുടെ റിയൽ ഇമ്പോർട്ടൻസ് 1990കളിലാണ് തുടങ്ങിയത്. ലോകം പൊല്യൂഷനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ഓൾട്ടർനേറ്റീവ് ക്ലീൻ ഫ്യൂവൽ ആവശ്യമായി വന്നു. അപ്പോൾ സയൻറ്റിസ്റ്റ് വീണ്ടും DMEയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഡീസൽ എൻജിൻസിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, LPGയെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു. അങ്ങനെ ഈ പഴയ ഗ്യാസ് വീണ്ടും ഒരു ഫ്യൂച്ചർ ഫ്യൂവൽ ആയി മാറാൻ തുടങ്ങി. ഇത് കുക്കിംഗ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. LPG പോലെ തന്നെ സ്റ്റൗവിൽ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഫ്ലെയിം കൂടുതൽ ക്ലീൻ ആയിരിക്കും. ഇൻഡോർ പൊല്യൂഷൻ കുറവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഇതിന് വളരെ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് പുറമെ DME ഡീസൽ എൻജിൻസിലൊക്കെ ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. ഇതിന് ബേൺ ചെയ്യുമ്പോൾ എമിഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ബ്ലാക്ക് സ്മോക്ക്, പാർട്ടിക്കുലേറ്റ് മാറ്റർ ഇങ്ങനെയുള്ളതൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റും കുറയ്ക്കാൻ സാധിക്കും. കൂടാതെ എൻജിൻ പെർഫോമൻസ് കുറച്ചുകൂടെ സ്മൂത്ത് ആവും, കാരണം ഇതിൻ്റെ ഇഗ്നിഷൻ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ നല്ലതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് യൂസ് എന്ന് പറയുന്നത് എയറോസോൾ സ്പ്രേയിലൊക്കെ യൂസ് ചെയ്യാനാണ്. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ചില സ്പ്രേയിലൊക്കെ ഈ DME ഇതിനകം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂ ഗ്യാസ് അല്ല. നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അൺനോട്ടീസ്ഡ് ആയി ഉപയോഗിക്കുന്നതാണെന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇതിൻ്റെ യൂസേജ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും DMEയെക്കുറിച്ച് വലിയ റിസർച്ചൊക്കെ നടത്തുന്നുണ്ട്. ജപ്പാൻ, ചൈന, യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം ലാർജ് സ്കെയിലായിട്ട് ട്രയൽസ് നടക്കുന്നുണ്ട്. ഇത് ലബോറട്ടറി ലെവൽ ഐഡിയ അല്ല, പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വർക്കാണ്. പ്രത്യേകിച്ച് LPG ബ്ലെൻഡിങ് എന്നൊരു കോൺസെപ്റ്റാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. DMEയെ LPGയുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് സയൻറ്റിസ്റ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്യുവർ DME ഉപയോഗിക്കാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും.
പക്ഷേ ബ്ലെൻഡിങ് ചെയ്താൽ നിലവിലുള്ള LPG സിസ്റ്റം തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ അഡോപ്ഷൻ കുറച്ചുകൂടി എളുപ്പമായി മാറുകയും ചെയ്യും. എന്നാൽ അതിനും ചില ചലഞ്ചസ് ഒക്കെ ഉണ്ട്. DMAക്ക് സ്ട്രോങ് സ്മെല്ലില്ലാത്തതുകൊണ്ട് ലീക്ക് ഡിറ്റക്ഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കൂടാതെ ചില മെറ്റീരിയൽസിനെ ഇതിനെ അഫക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ഓൺഗോയിങ് റിസർച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ DMA അഡോപ്ഷൻ വളരെ വേഗത്തിൽ ഉയരും. ഇന്ത്യയുടെ എനർജി സിറ്റുവേഷൻ നോക്കുമ്പോൾ DME വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഗ്യാസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന LPGയുടെ വലിയൊരു ഭാഗം ഇമ്പോർട്ടഡ് ആണ്. ഇത് എക്കണോമിക് ബർഡൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ കണ്ടെത്തുകയാണെങ്കിൽ രാജ്യത്തിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെയാണ് DMI ഒരു സൊല്യൂഷനായി വരുന്നത്. ഇന്ത്യൻ ഓയിൽ, ഗെയിൽ പോലെയുള്ള കമ്പനീസൊക്കെ ഇതിനകം തന്നെ DME LPG ബ്ലെൻഡിങ് ട്രയൽസ് ആരംഭിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗവൺമെൻറ്റും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോൾ, ബയോമാസ് പോലെയുള്ള ലോക്കൽ റിസോഴ്സസ് ഉപയോഗിച്ച് DME പ്രൊഡക്ഷൻ ഇന്ത്യയിൽ വളരെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇത് വിജയിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയും, ലോക്കൽ പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്യും, റൂറൽ എക്കോണമിക്ക് വലിയ സപ്പോർട്ട് ലഭിക്കും. അഗ്രികൾച്ചറൽ വേസ്റ്റ് ഉപയോഗിച്ച് ഫ്യൂവൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഫാമേഴ്സിനും ഇതൊരു ബെനിഫിറ്റ് നൽകും. അതായത് ഇതൊരു ഫ്യൂവൽ മാത്രമല്ല, മറിച്ച് ഒരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ചോദ്യത്തിലേക്ക് വരാം. DME LPGയെ റീപ്ലേസ് ചെയ്യുമോ? സത്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പൂർണ്ണമായി റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. കാരണം DMAയുടെ എനർജി കണ്ടൻറ്റ് LPGയേക്കാൾ കുറവാണ്. അതിനാൽ സെയിം കുക്കിംഗ് ചെയ്യാൻ കൂടുതൽ ഫ്യൂവൽ ആവശ്യമായിട്ട് വരും. ഇതിനു പുറമെ ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ച് ആവശ്യമുണ്ട്. നിലവിലുള്ള LPG സ്റ്റോറേജ് സിസ്റ്റം, പൈപ്പ് ലൈൻ, സീൽ ഇതൊക്കെ DMAക്ക് വേണ്ടി ഫുള്ളി കോമ്പാറ്റബിൾ അല്ല. ഇത് മോഡിഫൈ ചെയ്യാൻ സമയം, ചെലവ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് റീപ്ലേസ്മെൻറ്റ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യേണ്ട ഒരു ഫ്യൂവലുമല്ല. DME LPG ബ്ലെൻഡിങ് ഒരു റിയലിസ്റ്റിക് സൊല്യൂഷനാണ്. ഇത് ക്ലീനർ ഫ്യൂവലായിരിക്കും, ഇമ്പോർട്ട് കുറയ്ക്കും, ലോക്കൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഫ്യൂച്ചറിൽ DME LPGയുടെ കൂടെ ചേർന്ന് ഒരു സപ്പോർട്ടിംഗ് റോൾ ചെയ്യും. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനർജി സിസ്റ്റം പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ഫ്യൂവൽ, റിന്യൂവബിൾ സോഴ്സ്, സസ്റ്റൈനബിലിറ്റി എന്നിവയെല്ലാം പ്രധാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോണ്ടെക്സ്റ്റിൽ DMI ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ്. ഇത് LPGയെ പൂർണ്ണമായി റീപ്ലേസ് ചെയ്യത്തില്ലെങ്കിലും അതിൻ്റെ നേച്ചറിനെ തന്നെ മാറ്റാൻ കഴിയും. ക്ലീനർ മിക്സ്ചേഴ്സ്, സ്മാർട്ട് ഫ്യൂവൽ സിസ്റ്റം എന്നിവയുടെ ഭാഗമായി അത് ഫ്യൂച്ചർ എനർജി ലാൻഡ്സ്കേപ്പിന് ഒരു സൈലൻറ്റ് റെവല്യൂഷനായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ DME ഒരു സാധാരണ ഗ്യാസ് അല്ല, ഇതൊരു ട്രാൻസിഷൻ ഫ്യൂവലാണ്. പ്രസൻറ്റിനും ഫ്യൂച്ചറിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണിത്. ഈ DME ഒരു ഫ്യൂച്ചർ ഫ്യൂവലായി മാറുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.